ഇത് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് പുഴുങ്ങിയെടുത്തേക്കണ ഉരുളക്കിഴങ്ങും റവയും കൂടി ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുട്ടികൾക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇതൊന്നല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് വലിയ പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങുമ്പോൾ നന്നായിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിലൊക്കെ വേവണം. കാരണം ഇത് നമ്മൾ നന്നായിട്ടിങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊട്ടും ഇങ്ങനെ നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തരി പോലെ ഉണ്ടാവുമല്ലോ, കട്ട പോലെ ഉണ്ടാവുമല്ലോ. പക്ഷേ അങ്ങനെ പാടില്ല. അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയിട്ട് എടുക്കുക. ഞാനിതോടെ ഓൾറെഡി പുഴുങ്ങിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അധികം ചൂടാറുന്നതിന് മുമ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കാരണം ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും, അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്തായിട്ട് വരില്ല. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഉരുളൻകിഴങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ വേണ്ടത് റവയാണ്. റവ ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മെഷറിംഗ് കപ്പിൽ ഇടുക. 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് റവ ഇടുക. അല്ലെങ്കിൽ ഇതേപോലത്തെ ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സിൽ 1/2 കപ്പ് റവ ഇടുക. ഈ റവ കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്നല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഗ്ലാസ്സിലെടുക്കുക, അല്ലെങ്കിൽ ആ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. റവ കുറുക്കിയിട്ട് എടുക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, 1 ടീസ്പൂൺ ഓയിലും ചേർക്കണം. പിന്നെ ഞാൻ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വറുത്തിട്ട് എടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടി നല്ലൊരു കളറുണ്ടാവും. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. അരിപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നൂലപ്പം അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി എടുക്കുക. നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങണ അരിപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലുണ്ടാവും അരിപ്പൊടിക്ക്. ഇത് ഉരുളൻകിഴങ്ങും പിന്നെ ഈ കുറുക്കിയെടുത്തേക്കുന്ന റവയും പിന്നെ അരിപ്പൊടിയും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടിയിട്ട് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ആ മല്ലിയിലയുടെ വലിയ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഇല മാത്രമായിട്ട് എടുക്കുക. അത് ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഉണക്കമുളക് ഇതേപോലെ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകും പച്ചമുളകും അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റവയൊന്ന് കുറുക്കിയിട്ട് എടുക്കുക. അപ്പോൾ റവ കുറുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ എടുക്കുക, തീ ഓണാക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഈ വെള്ളത്തിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പ് ഇതിനകത്ത് ഒരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം. അപ്പോഴായിരിക്കുമല്ലോ നമ്മൾ ആ ഉരുളൻകിഴങ്ങും പിന്നെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവായിട്ട് കിട്ടുക. അപ്പോൾ ഒരുപാട് അങ്ങനെ ചേർക്കണ്ട, അല്ലെങ്കിൽ നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. പക്ഷേ വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാത്തിലും അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് അങ്ങനെ കട്ടയൊന്നും പിടിക്കാണ്ട് ഉപ്പ് എല്ലായിടത്തും അങ്ങോട്ട് മിക്സ് ആവും. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഈ റവ ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിങ്ങനെ പെട്ടെന്ന് ചേർക്കുക. ഈ റവ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇരിക്കണം. ഒരുപാട് ഇങ്ങനെ സ്മൂത്ത് പേസ്റ്റ് പോലെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ കറക്റ്റ് അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കുക. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് ഉരുളൻകിഴങ്ങ് ഇങ്ങനെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങിൻ്റെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. ചെറിയ ചൂടോടായിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോരും.
ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടാണ് ഫസ്റ്റ് ഇങ്ങനെ ഉടയ്ക്കുന്നത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് റവ ചേർക്കുക. പച്ചമുളക് ചേർക്കുക. പച്ചമുളകൊക്കെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം. ക്രഷ് ചെയ്തേക്കണം മുളക് ചേർക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. മല്ലിയില ചേർക്കുക. മല്ലിയില കുറച്ച് കൂടുതൽ ചേർക്കുക. കറിവേപ്പില ചേർക്കുക. കറിവേപ്പില നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഇത് നമ്മളിങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇടിക്കുമ്പോൾ കൈമ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈമ ഇങ്ങനെ തൂത്ത് കൊടുത്തോണ്ടിരിക്കണം. ഇനി അതിനകത്തുനിന്ന് കുറച്ച് ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കുക. ഇത് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ 2 കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉരുട്ടുക. ഇതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. പിന്നെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും എൻഡിൽ ഇതേപോലെ ഇങ്ങനെ ഭയങ്കര കനം കുറഞ്ഞ പോലെ വരും. അപ്പോൾ അതങ്ങോട്ട് പിടിച്ച് മാറ്റുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഞാൻ ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കുക. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. പിന്നെ ഇത് ഓയിലിൽ ഇതേപോലെ തന്നെ മുക്കി പൊരിച്ചിട്ട് എടുക്കണം. പിന്നെ ഇത് നിങ്ങൾ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വലിയ പാനിൽ എടുക്കണ്ട. കാരണം കുറേ ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. കാരണം ഇതിന് അത്യാവശ്യം നല്ല ചൂട് കിട്ടണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിറകടുപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ചെറിയ പാനിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ വലിയ പാൻ വെച്ചിട്ട് കുറേ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ മോയ്സ്ചർ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഈ ഓയിലിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനാണ് വറുത്ത് നോക്കിയപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 4-5 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള അത്രയ്ക്ക് വലിപ്പമുള്ളൊരു പാൻ എടുത്താൽ മതി നിങ്ങൾ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ചൂടായി ഒന്ന് നോക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്കാണ്ട് മൊരിഞ്ഞ് കിട്ടുന്നത്. തീ കുറച്ച് വെക്കണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. ഇത് നമ്മൾ ഇട്ട വഴിക്ക് തന്നെ ഇത് നമ്മൾ തിരിച്ചിടരുത്. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത്. ഇത് ഒരുവിധം മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങുമ്പോൾ മാത്രം ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇത് ഓയിലിൽ ഇങ്ങനെ മുങ്ങിയുള്ള കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതുമ്പോൾ തൊടണ്ട. അപ്പോൾ നിങ്ങൾ ഇത് വെക്കുമ്പോഴായിരുന്നാലും വലിയ ഗ്യാസ് ഏതടുപ്പാന്ന് വെച്ചാണെങ്കിൽ ആ അടുപ്പിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം.
പിന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണുണ്ട്. കാരണം ഞാനൊരു പ്രാവശ്യം ഇതേപോലെ എല്ലാം പരത്തി വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള വലിയ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അത് വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇതിൻ്റെ ഒരു പകുതി അതിനകത്തേക്കാണ്ട് ഇട്ടു. ഇട്ട വഴിക്കാൻ എല്ലാവരും അങ്ങോട്ട് സ്പ്രെഡായിട്ട് ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുക്കുക. ബാക്കിയുള്ളതും ഇതേപോലെ എടുക്കുക. അത് പെട്ടെന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചേക്കണ ഓയിൽ അധികം ഒന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് റവയും പിന്നെ ഉരുളൻകിഴങ്ങും അരിപ്പൊടി ചേർക്കാണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഓയിൽ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയ്ക്കാണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചും കൂടി നന്നായിട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒന്ന് കളർ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോഴായിരിക്കും അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ട് വരാം. പിന്നെ ഇത് ഓയിലിലേക്ക് ഇട്ട വഴിക്കാൻ നിങ്ങളിത് ഇളക്കരുത്. കാരണം ഒന്ന് നന്നായിട്ട് കളർ മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ അത് നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. കാരണം ഇതല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇരിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു മാക്സിമം 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൂടുതൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടിപ്പോൾ അതങ്ങോട്ട് ഓയിലിടുമ്പോൾ അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത്രയ്ക്കാണ്ട് ക്രിസ്പി ആവാണ്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ കൂടിയും ചേർത്തിട്ട് അങ്ങനെ മാക്സിമം 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുക. പിന്നെ ഇത് ഓയിലിലേക്ക് ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ഒരുമിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടരുത്. അതിന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓയിലിടുമ്പോൾ മൊത്തം അങ്ങോട്ട് സ്പ്രെഡായി പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ എടുക്കണം. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിരുന്നാലും തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അത് ഉരുളൻകിഴങ്ങൊക്കെ ചേർത്തിട്ടുണ്ടാകണേ എന്ത് സാധനമായിരുന്നാലും അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.